സഹോദരന്മാരെ, ഞാൻ വളരെ വിനയത്തോടുകൂടി ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകന്മാർ അവരവരുടെ കാലഘട്ടങ്ങളിൽ നിർവഹിച്ചത് ഈ ജോലിയാണ്. ആളുകൾ എവിടെ വ്യതിചലിക്കോ അവിടെ ആളുകളെ നിയന്ത്രിക്കാം. നിങ്ങൾ കേട്ടിരിക്കും, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കുട്ടി മരിച്ചു, ഇബ്രാഹിം. മരിച്ചപ്പോ സാധാരണക്കാരെല്ലാ കാലത്തും അങ്ങനെ തന്നെ. ആ സമൂഹത്തിലെ സാധാരണക്കാർ പലരും ധരിച്ചു റസൂലുള്ളാഹിന്റെ കുട്ടി മരിച്ചതുകൊണ്ട് ആ സൂര്യന് ഈ ഗ്രഹണം സംഭവിച്ചത്. ഗ്രഹണം റസൂലുള്ളാഹിന്റെ കുട്ടി മരിച്ചതുകൊണ്ടാണ്. പലരും അങ്ങനെ സംസാരിച്ചു. വാർത്ത റസൂലുള്ളാഹിന്റെ അടുത്തെത്തി. ഇന്നത്തെ മാതിരി ആളുകളുണ്ടല്ലോ, അവരുടെ പേര് കേൾക്കുമ്പോ ബഹുമാനിക്കലും അവരുടെ പേര് പറയുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് എന്തോ അറബിയിൽ കുറച്ച് പറച്ചിൽ തുടങ്ങും. എന്നിട്ട് അവസാനം ഈ സാധനത്തിന്റെ പേര് പറയാം. ഇങ്ങനെയൊക്കെ കൂടി എന്നെള്ളിച്ച് ആദരിച്ച് ഏതാണ്ട് ആരാധനയോളം എത്തുന്ന ഈ രീതിയിൽ ബഹുമാനിച്ചുകൊണ്ട് നടക്കുന്ന ഇവരെ കൊണ്ടല്ലോ, അവരിൽ ഒരാളെ ഈ സ്ഥാനത്ത് റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് നിർത്തിയിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. കുട്ടി മരിച്ചിട്ട് ആളുകളുടെ ഇടയിൽ ഒരു ധാരണ, റസൂലുള്ളാഹിന്റെ കുട്ടി മരിച്ചതുകൊണ്ടാണ് ഗ്രഹണം. ഇയാളൊക്കെ ആയിരുന്നെങ്കിൽ മൂപ്പര് കരുതും അങ്ങനെ ഒരു ക്രെഡിറ്റ് കിട്ടുകയാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ, ഞാനിപ്പോ എന്തിനാ മുടക്കണമെന്നുമില്ല. റസൂലുള്ളാഹല്ല, റസൂലുള്ളാഹിന്റെ പണി ആളുകളെ ഹിദായത്തിലേക്ക് നയിക്കലാണ്. അവിടുന്ന് മിമ്പറിൽ കയറി സഈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ മിമ്പരി ഫഹമിദല്ലാഹ വഖാൽ. അവിടുന്ന് മിമ്പറിൽ കയറി എന്നിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഏതെങ്കിലും ഒരുത്തന്റെ കുട്ടി മരിക്കുമ്പോഴേക്ക് അതിനൊരു കുഴപ്പവും സംഭവിക്കൂല. ആ തെറ്റിദ്ധാരണയുടെ വാതിൽ അവിടെ നടച്ചു. ഇതാണ് പണ്ഡിത പ്രവാചകന്മാരുടെ പണി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബൈഅത്തുർ റിദ്വാൻ നടന്ന വൃക്ഷത്തോടൊരു പ്രത്യേക സ്നേഹം ജനങ്ങൾ സാധാരണക്കാരിൽ പലർക്കും. ഒരു ബൈഅത്തുർ റിദ്വാൻ അനുഗ്രഹീതമായ ഒരു സന്ധി പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ ചോട്ടിലും ബന്ധം, ഒരു ഭക്തി, ഒരു സ്നേഹം, ഒരു അനുഭൂതി, ഒരു ആത്മീയമായ ഒരു നിർവൃത്തി എല്ലാം കൂടിയായപ്പോ ആ വിവരം കിട്ടി. അബൂബക്കർ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു, ഈ പോക്ക് ശരിയല്ല. അങ്ങനെ പോയാൽ പിന്നീട് ആ വൃക്ഷം ഒരു കേന്ദ്രമായി കഅബാലയത്തോട് സമാന്തരമായ ഒന്നായിട്ട് വളരും. പോക്ക് ശരിയല്ല. അവിടെ നിന്ന് എന്ത് ചെയ്തു? ആളെ വിട്ടിട്ട് ആ വൃക്ഷം മുറിപ്പിച്ചു. ഇതൊക്കെയാണ് അവരുടെ പണി. ഇന്ന് എന്തിനാണോ എവിടെയാണോ എത്തിയത് അതിനെ ന്യായീകരിക്കാം. എന്താ ആ വൃക്ഷം ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ അതിനെ ന്യായീകരിക്കും. ആ വൃക്ഷത്തിന് എന്താ പ്രത്യേകതയില്ലേ? അത് ഖുർആനിൽ പറഞ്ഞ വൃക്ഷമല്ലേ, നിഷേധിക്കാൻ പറ്റുമോ? 10 കോടിയുടെ ഒരു വെല്ലുവിളി. കുടുങ്ങിപ്പോയി. ഇങ്ങനൊന്നല്ല അന്ന് ആളുകൾ വ്യതിചലിക്കരുത്. അതുകൊണ്ട് വ്യതിചലനങ്ങളിലേക്ക് പോകുന്ന വാതിലുകളടക്കാൻ വളരെ ജാഗരൂകരായിരുന്ന പ്രവാചകന്റെ പിൻഗാമികൾ ആ മാതൃക പിൻപറ്റുന്നതിന് പകരം പണത്തിന്റെ പിന്നാലെ പോയ പണ്ഡിതന്മാർ വിഡ്ഢികളുടെ അങ്ങാടിയിൽ ബുദ്ധി കൊണ്ട് കച്ചവടം നടത്താൻ പരിശ്രമിച്ചതിന്റെ ഫലമായി എന്തൊക്കെ അനാചാരങ്ങൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ വന്നുപെട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. ഞാൻ പറയുന്നത്, ഈ രീതിയിൽ മുസ്ലിം സമൂഹം അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അനിസ്ലാമികമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശീലങ്ങളും ചിന്തകളും ചർച്ചകളും അന്വേഷണങ്ങളും പഠനങ്ങളും അവരുടെ മുഖ്യധാരയിലേക്ക് മാറ്റുകയും യഥാർത്ഥ ഇസ്ലാം ഒരു സൈഡ് ബിസിനസ് പോലെ ആയിത്തീരുകയും ചെയ്തപ്പോൾ ഇസ്ലാമിക സമൂഹത്തെ അതിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിന് ഫലവും ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരു 19 കൊല്ലം മുമ്പ് ഇസ്ലാമിനെ മൊത്തമായിട്ട് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ജീവിത പദ്ധതി എന്ന പ്രയോഗം ഉണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ ഈ കേരളക്കരയിലെ വിട പറയാനിരിക്കുന്ന കഴിഞ്ഞ തലമുറയുടെ പ്രതിനിധികളോട് പോയിട്ട് ചോദിക്കട്ടെ. ഇസ്ലാമിനെ കുറിച്ച് ജീവിത പദ്ധതി എന്ന് പറഞ്ഞിരുന്നില്ല. ജീവിത പദ്ധതി എന്ന് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല,